ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ആ ഒരു തോൽവിയെ പറ്റിയോ കാര്യങ്ങളെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മീഡിയാസൊക്കെ എയർപോർട്ടിലൊക്കെ നിന്ന സമയത്ത് മീഡിയാസിൻ്റെ അടുത്ത് പോലും പ്രതികരിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേരുണ്ടെങ്കിൽ പിണറായി വിജയനാണ് ഈ ഒരു വലിയ തോൽവിക്ക് കാരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരു പുച്ഛമാണ്, അഹങ്കാരത്തോടെയാണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും വലിയ തോൽവി കിട്ടിയത് എന്നുള്ള രീതിയിലായിരുന്നു പിണറായി വിജയനെതിരെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല മീഡിയാസ് ആദ്യമേ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തവർ പോലും പിന്നെ തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫേസ്ബുക്കിലുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരു പോസ്റ്റ് കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തോൽവി ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല, ഞങ്ങൾ വിചാരിച്ച് നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുമെന്ന്, എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല. എന്നാലും കുറേയധികം പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ ഒരു തോൽവിക്ക് മെയിനായിട്ട് കുറേയധികം കാരണങ്ങളുണ്ട്. കുറേയധികം പേര് അതർ സൈഡിൽ നിന്ന്, അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുണ്ടെങ്കിൽ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു തോൽവി എന്ന് വിശ്വസിക്കുന്നുണ്ട്. കുറേയധികം മീഡിയാസ് ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു കാരണം കൂടിയാണ് ഈ തോൽവി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് എന്തായാലും ഇതിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നതായിരിക്കും എന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.